പ്രിയ സ്നേഹിതരെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും TH ടെമ്പിൾ ടു ഹോം മെഡിറ്റേഷനിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. TH ധ്യാനത്തിൻ്റെ ആദ്യ ഘട്ടമായ മുറിയിലേക്ക് പോകുക എന്ന ധ്യാന പ്രാക്ടീസിലൂടെ നമ്മൾ ഇതുവരെ പഠിച്ചത് മുറിയുടെ 2 ഭാഗങ്ങളിൽ ആദ്യ ഭാഗമായ ശരീരത്തിൻ്റെ മുറിയെക്കുറിച്ചാണ്. ശരീരത്തിൻ്റെ മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ 3 ബോധവാതിലുകൾ അത്യന്തം പ്രധാനമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ആ ബോധവാതിലുകൾ ക്രമമായി നമ്മെ പുറം ലോകത്തോട് ബന്ധിപ്പിക്കുന്ന എക്സ്റ്റെറോസെപ്ഷൻ, നമ്മെ ഉള്ളിലേക്ക് നോക്കാൻ സഹായിക്കുന്ന ഇൻ്ററോസെപ്ഷൻ, നമ്മൾ ഇവിടെയുണ്ട് എന്ന ബോധം നൽകുന്ന പ്രോപ്രിയോസെപ്ഷൻ. ഈ 3 ബോധവാതിലുകൾ സമതുലിതമായും ബോധപൂർവമായും ഒന്നിപ്പിക്കാൻ കഴിയുമ്പോൾ നമ്മൾ VIP, വെരി ഇൻ്റഗ്രേറ്റഡ് പേഴ്സൺ ആയി മാറുന്നു. ശരീരവും മനസ്സും ചിന്തയും ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി. പക്ഷേ ഈ സമതുലനം തകരുമ്പോൾ ശ്വാസമുണ്ടായിരിക്കാം, നമ്മൾ ജീവിക്കുന്നത് പോലെ തോന്നും, എന്നാൽ ഉള്ളിൽ എന്തോ ഒന്ന് മരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ RIP, റെസ്റ്റ് ഇൻ പ്രോബ്ലംസ് എന്ന നിലയിൽ ജീവിക്കുന്നവരായി മാറുന്നു. ഇന്ന് ഭാഗം 7 മനുഷ്യരെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു വികാരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്: കോപം. കോപം വന്നാൽ EIP സംവിധാനം എങ്ങനെ തകരുന്നു? ധ്യാനത്തിലൂടെ അത് എങ്ങനെ വീണ്ടും പുനഃസ്ഥാപിക്കാം? അതാണ് ഇന്നത്തെ പഠനം. കോപം മനുഷ്യബന്ധങ്ങളിലുടനീളം പുനരാവർത്തിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ കുടുംബത്തിൽ, ജോലിയിടത്തിൽ, സമൂഹത്തിൽ, മത ആത്മീയ ജീവിതത്തിൽ പോലും. അതായത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ നേരിടുകയും ഏറ്റവും അധികം ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. കോപം ഒരു അപവാദമല്ല. ബന്ധങ്ങൾ ഉള്ളിടത്തൊക്കെയും അത് സ്വാഭാവികമായി ഉണ്ടാകുന്നു. കുടുംബത്തിൽ സ്നേഹം സ്വാഭാവികമായി ലഭിക്കുമെന്ന വിശ്വാസം തകരുമ്പോൾ, എന്നെ കാണുന്നില്ല, എന്നെ കേൾക്കുന്നില്ല എന്ന അനുഭവം വാക്കുകളായി പൊട്ടിത്തെറിക്കുന്നു. അവിടെ കോപം ബന്ധത്തോടുള്ള വൈരാഗ്യമല്ല, ബന്ധം തന്നെ വേദനയായി മാറിയതിൻ്റെ ശബ്ദമാണ്. ജോലിയിടത്ത് കോപം പലപ്പോഴും ശബ്ദമുണ്ടാക്കുന്നില്ല, അത് ശരീരത്തിനുള്ളിൽ നിശബ്ദമായി അടിഞ്ഞുകൂടുന്നു. അധികാരവും സമ്മർദ്ദവും അന്യായവും നാഡീ സംവിധാനത്തിൽ ഭാരമായി പതിക്കുന്നു. പുറത്തേക്ക് വരാത്ത ഈ കോപം മനുഷ്യനെ ഉള്ളിൽ നിന്ന് തളർത്തുന്നു. സമൂഹത്തിൽ കോപം വ്യക്തിപരമല്ലതാകുന്നു. നമ്മൾ, അവർ എന്ന വേർതിരിവാണ് സാമൂഹ്യ കോപത്തിൻ്റെ ഭാഷ. അന്യനെ, മറ്റുള്ളവരെ ശത്രുവായി കാണുന്ന കണ്ണാണ് സമൂഹത്തെ വിഭജിക്കുന്നത്. എന്നാൽ മത ആത്മീയ ഇടങ്ങളിൽ കോപം പലപ്പോഴും പുണ്യവേഷം ധരിക്കുന്നു. സ്വന്തം വിശ്വാസം പരിപൂർണമാണെന്ന ബോധത്തിൽ നിന്ന് മറ്റുള്ളവരെ തെറ്റായ മാർഗവാസികളായി വിധിക്കുന്ന ആത്മീയ കോപം അവിടെ ജനിക്കുന്നു. ഇവിടെ കോപം ശാന്തിയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അടിത്തറ അസുരക്ഷയും ആധികാരിക ഭയവുമാണ്. എന്താണ് കോപം? പല മത സാംസ്കാരിക ഇടങ്ങളിലും കോപം ഒരു പാപമായി അല്ലെങ്കിൽ സ്വഭാവദോഷമായി കാണപ്പെടുന്നു. അതിനാൽ നമ്മൾ പതിവായി കേൾക്കുന്ന വാക്കുകൾ ഇവയാണ്: കോപം നിയന്ത്രിക്കണം, കോപമുള്ളവർ ആത്മീയരല്ല. എന്നാൽ ഇവ കോപത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളല്ല, ഇവ ശാസനകളാണ്. എന്താണ് കോപം? എവിടെ നിന്നാണ് വരുന്നത്? ശരീരം എന്തിന് പ്രതികരിക്കുന്നു? ഈ ചോദ്യങ്ങൾക്ക് മതങ്ങളും നമ്മുടെ സാംസ്കാരിക ധാരണകളും പലപ്പോഴും മറുപടി നൽകുന്നില്ല. മറിച്ച് കോപത്തെ നിശബ്ദമാക്കുന്നു,
അടിച്ചമർത്തുന്നു. കോപിക്കരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ ശരീരം നൽകുന്ന സുരക്ഷ സന്ദേശം നമ്മൾ കേൾക്കാതാകുന്നു. അതിനാൽ കോപം മാറുന്നില്ല, അത് രൂപം മാറ്റുന്നു. അടിച്ചമർത്തിയ കോപം ബന്ധവിച്ഛേദമായി മാറും, മിണ്ടാതിരിപ്പായി മാറും, അകലം അവഗണനയായി മാറും. ഇവയെല്ലാം കോപത്തിൻ്റെ നിശബ്ദ രൂപങ്ങളാണ്. അതുപോലെ അത് അന്തരസംഘർഷമായി മാറും. എനിക്ക് കോപം വരരുത് എന്ന ചിന്തയും ശരീരം അനുഭവിക്കുന്ന കോപവും മനുഷ്യന് ഉള്ളിൽ നിന്ന് വലിച്ചിഴയ്ക്കും. കാലക്രമേണ ഈ അടിഞ്ഞുകൂടിയ കോപം ശരീരത്തിലേക്ക് മാറും. അങ്ങനെ ഉറക്കക്കുറവ്, ശ്വാസം മുട്ടൽ, തലവേദന, ദീർഘകാല സമ്മർദ്ദം, ആശങ്ക, വിഷാദം തുടങ്ങിയ രോഗങ്ങളായി അത് നമ്മിലേക്ക് വരുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമായി ഓർക്കണം. പ്രശ്നം കോപമല്ല, കോപത്തെ മനസ്സിലാക്കാതെ അതിനെ അടിച്ചമർത്തുന്ന നമ്മുടെ സമീപനമാണ്. സാധാരണയായി കോപത്തെ നമ്മൾ ഒരു ചിന്തയായി അല്ലെങ്കിൽ ഒരു സ്വഭാവദോഷമായി കരുതാറുണ്ട്. പക്ഷേ ശാസ്ത്രീയമായി നോക്കിയാൽ കോപം ആദ്യം ഉണ്ടാകുന്നത് ചിന്തയിൽ നിന്നല്ല, ശരീരത്തിൽ നിന്നാണ്. കോപം ഒരു സൊമാറ്റിക് ഈവൻ്റാണ്. ചിന്ത വരുന്നതിന് മുമ്പേ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു നാഡി ശരീര പ്രതികരണമാണ്. കോപം ഉയരുന്ന ആദ്യ നിമിഷത്തിൽ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തായി തലച്ചോറിലെ 2 പ്രധാന സംവിധാനങ്ങൾ സജീവമാകുന്നു. ഒന്നാമത് ലിംബിക് സിസ്റ്റം. എന്താണ് ലിംബിക് സിസ്റ്റം? ലിംബിക് സിസ്റ്റം വികാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ആധികാരിക സംവിധാനമാണ്. ഭയം, കോപം, സന്തോഷം പോലുള്ള അടിസ്ഥാന വികാരങ്ങൾ ഇവിടെയാണ് ആദ്യം ഉണരുന്നത്. ഇതിലെ ഒരു പ്രധാന ഭാഗമാണ് അമിഗ്ഡല. ഭീഷണി കണ്ടെത്താനുള്ള തലച്ചോറിൻ്റെ വേഗതയേറിയ ഭാഗമാണ്. ചിന്തിക്കുകയോ ന്യായം പരിശോധിക്കുകയോ ചെയ്യുന്നില്ല. ഇത് ചോദിക്കുന്ന ഏക ചോദ്യം, ഇത് അപകടമാണോ? ആ ചോദ്യം അതെ എന്ന ഉത്തരമായി മാറുന്ന നിമിഷം ശരീരം സുരക്ഷ അലാറം ഓൺ ചെയ്യുന്നു. അതോടൊപ്പം സജീവമാവുന്നത് മറ്റൊരു നെർവസ് സിസ്റ്റമാണ്. അതിനെയാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം? നമ്മുടെ അറിവോ നിയന്ത്രണമോ ഇല്ലാതെ ശരീരം സ്വയം പ്രവർത്തിപ്പിക്കുന്ന നാഡീ സംവിധാനമാണ്. ഹൃദയമിടിപ്പ്, ശ്വാസം, രക്തസമ്മർദ്ദം, മസിലുകളുടെ തയ്യാറെടുപ്പ് ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. ഇതിലെ ഒരു പ്രധാന ഭാഗമാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇവിടെയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന നാഡി ശരീര പ്രതികരണം നിയന്ത്രിക്കുന്നത്. അപകടമോ ഭീഷണിയോ ഉണ്ടെന്ന് തോന്നുന്ന നിമിഷം ശരീരം ബോധപൂർവമായ ചിന്തയ്ക്ക് മുമ്പേ തന്നെ പ്രവർത്തനത്തിന് തയ്യാറാകുന്നു. അപ്പോൾ ഹൃദയമിടിപ്പ്, ശ്വാസവും വേഗമാകുന്നു, രക്തസമ്മർദ്ദം ഉയരുന്നു, മസിലുകൾ മുറുകുന്നു. ഇതെല്ലാം ചേർന്ന് ശരീരം ഒരു ഉയർന്ന ഉണർവിൻ്റെ നിലയിലേക്ക്, ഹൈറ്റൻഡ് എറൗസൽ സ്റ്റേറ്റ്, അതിലേക്ക് കടക്കുന്നു. അതിനാൽ കോപത്തിൻ്റെ ആദ്യഘട്ടം ചിന്തയിൽ അല്ല, ശരീരത്തിലാണ്. പക്ഷെ ഒരു പ്രശ്നം, ശരീരം സുരക്ഷ തേടുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് ശരീര അനുഭവത്തിൽ നിന്നല്ല, അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ്. ശരീരം പറയുന്നു അപകടം. മനസ്സ് ഉടൻ കഥകൾ നിർമ്മിക്കുന്നു. എന്ത് കഥകൾ? കുറ്റപ്പെടുത്തൽ, ന്യായീകരണം, മറ്റുള്ളവരും സാഹചര്യങ്ങളും. അങ്ങനെ ശരീരം സുരക്ഷ തേടുമ്പോൾ മനസ്സ് വിജയം തേടുന്നു. ഈ രണ്ടിൻ്റെ വേർപാടാണ് ആന്തരിക വൈരുദ്ധ്യം. ഈ വേർപാട് നീണ്ടു നിൽക്കുമ്പോൾ കോപം ഒരു നിമിഷ അനുഭവമല്ലാതായി ഒരു സ്വഭാവമായി മാറുന്നു. സ്നേഹമുള്ളവരെ, കോപസമയത്ത് മനുഷ്യന്റെ അവബോധത്തിൽ ഒരു നിർണായകമായ മാറ്റം സംഭവിക്കുന്നു. എക്സ്റ്റെറോസെപ്ഷൻ, പുറംബോധം പൂർണ്ണമായും ആധിപത്യം നേടുന്നു. പുറം ലോകം അകത്തെ ലോകത്തെ കൈയടക്കുന്നു. ശ്രദ്ധ ശ്വാസത്തിലില്ല, ശരീരത്തിലില്ല.
ഇവിടെയില്ല. മുഴുവൻ ശ്രദ്ധ പുറത്തേക്കാണ്. അയാൾ എന്തു പറഞ്ഞു? അയാളുടെ ശബ്ദത്തിൻ്റെ ടോൺ എന്തായിരുന്നു? ആ മുഖം എങ്ങനെ മാറി? എന്തുകൊണ്ട് അവൾ അങ്ങനെ പെരുമാറി? ഇവയെല്ലാം എക്സോറിസെപ്ഷന്റെ ആത്യന്തിക ഉണർവുകളാണ്. ഈ അവസ്ഥയിൽ പുറം ലോകം നാഡി സംവിധാനത്തിന് ഒരു ഭീഷണിയായി തോന്നുന്നു. അപ്പോൾ ശരീരം അകത്തെ സന്ദേശങ്ങൾ കേൾക്കുന്നത് നിർത്തുന്നു. ഇന്റർസെപ്ഷൻ മങ്ങുന്നു. കോപസമയത്ത് ഇന്റർസെപ്ഷൻ പിന്നിലേക്ക് നീങ്ങുന്നു. നെഞ്ചിലെ ചൂട് ശ്രദ്ധയിൽപ്പെടുന്നില്ല. ശ്വാസത്തിന്റെ വേഗം അറിയപ്പെടുന്നില്ല. വികാരത്തിന്റെ യഥാർത്ഥ സന്ദേശം കേൾക്കപ്പെടുന്നില്ല. അകത്തെ അനുഭവം നിശബ്ദമാകുന്നു. അതോടൊപ്പം പ്രോപ്രിയോസെപ്ഷൻ, നിലബോധം മുറിഞ്ഞു പോകുന്നു. ഞാൻ ഇവിടെ ഉണ്ട് എന്ന ശരീരബോധം നഷ്ടമാകുന്നു. ശരീരം ഒരു നിലയിലും നിലകൊള്ളുന്നില്ല. മനസ്സ് പൂർണ്ണമായി പുറത്തേക്ക് വലിക്കപ്പെടുന്നു. ഇതുകൊണ്ടാണ് കോപസമയത്ത് മനുഷ്യൻ സ്വയം അല്ലാതാകുന്നത്. പുറത്തുള്ള ഒരു വാക്ക്, ഒരു മുഖം, ഒരു സംഭവം അവന്റെ മുഴുവൻ അന്തരാവസ്ഥ നിയന്ത്രിക്കുന്നു. ഇതാണ് എക്സ്റ്ററോസെപ്ഷൻ ഡൊമിനേഷൻ. ഇവിടെയാണ് യേശുവിൻ്റെ വാക്കുകൾ അത്യന്തം പ്രസക്തമാകുന്നത്. നീ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിലേക്ക് കടക്കുക. സ്നേഹിതരെ, ഇതൊരു മതനിയമമല്ല, മറിച്ച് ധ്യാനാനുഭവത്തിലേക്ക് കടക്കാൻ അനിവാര്യമായ ഒരു ആത്മാഭ്യാസമാണ്. ഈ മുറി ഇഷ്ടികയും സിമന്റും കൊണ്ടുള്ള ഇടമല്ല, അത് നമ്മുടെ ശരീരം തന്നെയാണ്. കോപം വന്നാൽ മനുഷ്യൻ സാധാരണയായി പുറത്തേക്ക് ഓടുന്നു. വാക്കുകളിലേക്ക്, വാദത്തിലേക്ക്, പ്രവൃത്തിയിലേക്ക്, കുറ്റപ്പെടുത്തലിലേക്ക്. ഇതിൻ്റെ എതിർദിശയാണ് യേശു കാണിക്കുന്നത്. നിന്റെ മുറിയിലേക്ക് കടക്കുക, അതായത് ശരീരത്തിലേക്ക് മടങ്ങി വരിക. സ്നേഹമുള്ളവരെ, അല്പസമയം നമ്മുടെ കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. ഇപ്പോൾ ഒന്നും ശരിയാക്കേണ്ടതില്ല, ഒന്നും വിശദീകരിക്കേണ്ടതില്ല, ഒന്നും മാറ്റേണ്ടതില്ല. പ്രതികരിക്കുന്നതിന് മുമ്പ് ഒന്ന് നിൽക്കാം. കോപസമയത്ത് നമ്മൾ പുറത്ത് പ്രതികരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വാക്കുകളില്ലാതെ അത് ഉള്ളിൽ അടയ്ക്കുന്നവരായിരിക്കാം. അത് എങ്ങനെയാണെന്നത് പ്രധാനമല്ല. നമ്മൾ ചെയ്യുന്നത് ഒന്നേ ഉള്ളൂ: തിരികെ വരിക ശരീരത്തിലേക്ക്. നമ്മുടെ നെഞ്ചിലെ ചൂട് ശ്രദ്ധയിൽ വരാൻ അനുവദിക്കാം. അതിനെ മാറ്റാൻ ശ്രമിക്കാതെ, ശാന്തമാക്കാൻ ശ്രമിക്കാതെ, അത് അവിടെ ഉണ്ടെന്ന് മാത്രം അറിയാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ശ്വാസം വേഗമാണോ ആഴമില്ലാത്തതായാണോ അത് ശരിയാക്കേണ്ട. അത് നടക്കുന്നത് പോലെ കാണാം. നമ്മുടെ കൈകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കൈകളിലെ ടെൻഷൻ മുറുകിയിരിക്കുകയാണോ? അത് മാറണം എന്ന് ആഗ്രഹിക്കാതെ അത് ഉണ്ടെന്ന് മാത്രം അറിയാം. നമ്മുടെ കാലുകളിലേക്ക് ശ്രദ്ധ തിരിക്കാം. കാലുകൾ നിലത്തോട് ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ഉണ്ടെന്ന് അനുഭവിക്കാം. ഇത് കോപത്തെ അടിച്ചമർത്തലല്ല, ഇത് കോപം ഉണ്ടായിരിക്കുന്ന ശരീരത്തിൽ ബോധപൂർവം വസിക്കലാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാതെ, ഒന്നും പ്രതികരിക്കാതെ
കോപത്തോടൊപ്പം ശരീരത്തിൽ വസിക്കാം. ഇവിടെ ചെയ്യരുത് എന്ന ശാസനയില്ല. ഞാൻ തെറ്റാണ് എന്ന ശബ്ദവുമില്ല. ഇവിടെ പ്രതികരണത്തിന് മുമ്പുള്ള ഒരിടം സ്വാഭാവികമായി ഉണ്ടാകുന്നു. ആ ഇടത്തിൽ ശ്രദ്ധ അകത്തേക്ക് തിരിയുന്നു. ശരീരം സ്ഥിരപ്പെടുന്നു. നമ്മൾ ഇവിടെ തിരിച്ചെത്തുന്നു. ഇപ്പോൾ പുറം ലോകം നമ്മെ തള്ളുന്നില്ല. നമ്മൾ പുറത്തേക്ക് ഓടുന്നില്ല. ശരീരത്തിൽ വസിച്ചുകൊണ്ട് കോപത്തെ കേൾക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു കാര്യം പതുക്കെ വ്യക്തമാകും. കോപം ശത്രുവല്ല. അത് ഒരു സന്ദേശമാണ്, ഒരു വഴികാട്ടിയാണ്. ശരീരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ കോപം നമ്മെ തകർക്കുന്നില്ല. നമ്മൾ ശാന്തരാകുന്നു. വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ്, വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അകത്ത് നടക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നു. ഇതാണ് EIP ധ്യാനത്തിൻ്റെ ശരീരസത്യം. ഇപ്പോൾ പതുക്കെ നമ്മുടെ കണ്ണുകൾ തുറക്കാം. സ്നേഹിതരെ, ഇതുവരെ നമ്മൾ പഠിച്ചത് ശരീരത്തിൻ്റെ മുറിയാണ്. ഭാഗം 8 നമ്മൾ കടക്കുന്നത് മനസ്സിൻ്റെ മുറിയിലേക്കാണ്. താങ്ക് യു.